بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. സൂറത്ത് അൽ-ബഖറ 61 കഴിഞ്ഞു, 62ലേക്ക് കടക്കുകയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والصابئين إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. ഇസ്രായേൽ സമൂഹത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോട് അവർ കാണിച്ച നന്ദികേടുകളുമാണ് നാം അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ആയത്ത് കുറച്ചുകൂടി ആഴമുള്ള ആശയമുള്ള ഒരു ആയത്താണ്. ഒറ്റ വായനയിൽ നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടയുള്ള ഒരായത്താണിത്. അതുപോലെ പലരും ഇസ്ലാം സർവമത സത്യവാദത്തെ അംഗീകരിക്കുന്നു എന്ന് ന്യായീകരിക്കാൻ ഉന്നയിക്കാറുള്ള ഒരായത്താണ്. സർവമത സത്യവാദം, അങ്ങനൊരു വാദമില്ല അല്ലേ? എല്ലാ മതവും നല്ലതാണ്, ഏതായാലും ശരിയാണ്, എല്ലാം ദൈവത്തിലേക്കാണ്, എല്ലാം മനുഷ്യന് മനസ്സമാധാനം നൽകുന്നതാണ്, അതുകൊണ്ട് ഏത് മതമായാലും കുഴപ്പമില്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞു, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, അതല്ലേ ശരി. ഇങ്ങനെ പറയുന്നത് കേൾക്കാം. സുന്ദരമായ ഉപമ പറയും. അതുമായി ബന്ധപ്പെട്ട് നമ്മളെ മതസൗഹാർദ്ദ സമ്മേളനത്തിലൊക്കെ ഉണ്ടല്ലോ, ഭംഗി വാക്കുകൾ പറയുന്ന കൂട്ടത്തിൽ ആളുകൾ പറയും, എന്ത് ചെറിയ ചെറിയ അരുവികളും തോടുകളും എല്ലാം ഒഴുകി അവസാനം സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്ന പോലെ എല്ലാ മതങ്ങളും അന്തിമമായി ദൈവത്തിലാണ് എത്തിച്ചേരുന്നത്, അതുകൊണ്ട് മതമേതായാലും കുഴപ്പമില്ല. ഇങ്ങനെയൊരു ശൈലിയുണ്ട്. കേൾക്കാൻ വളരെ സുന്ദരമാണ് അല്ലേ? കേൾക്കാൻ നല്ല സുഖമുള്ളൊരു വർത്തമാനമാണത്. അപ്പോൾ അതിന് തെളിവായിട്ട് ഈ ആയത്ത് ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലരും സമർത്ഥിക്കാൻ ശ്രമിക്കും. യഥാർത്ഥത്തിൽ അത് വിശുദ്ധ ഖുർആനിൻ്റെ മൊത്തത്തിലുള്ള പ്രമേയത്തിനെതിരാണ്. ഖുർആൻ ഒരു അടിസ്ഥാന അജണ്ടയുണ്ടല്ലോ, അതിനെതിരാണ്. മാത്രമല്ല, ഈ ആയത്തിൽ തന്നെ സൂക്ഷ്മമായിട്ട് ഈ ആയത്തിനെ നമ്മൾ സമീപിക്കുമ്പോൾ ഇതൊരു സർവമത സത്യവാദമല്ല ഈ ആയത്ത് എന്ന് മനസ്സിലാകുകയും ചെയ്യും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പേര് സ്വീകരിക്കുക, ഒരു ലേബിൾ സ്വീകരിക്കുക, ഒരു നിറം സ്വീകരിക്കുക എന്നതൊന്നും അല്ല കാര്യം. പിന്നെ എന്താ കാര്യം? അടിസ്ഥാനപരമായി വിശ്വാസവും അതനുസരിച്ചുള്ള കർമ്മങ്ങളും ഉണ്ടാവുക എന്നതാണ്. ഇതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലേബിളല്ല കാര്യം, മറിച്ച് അടിസ്ഥാനപരമായി അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മവുമാണ് മുഖ്യം. ഇതാണ് ഈ ആയത്തിൽ അല്ലാഹു സമർത്ഥിക്കാൻ പോകുന്നത്. വേദക്കാർ പലതായിട്ട് പിരിഞ്ഞുപോയി അല്ലേ? പലതായിട്ട് പിരിഞ്ഞുപോയി.
ഇപ്പോൾ ഇസ്രായേൽ സമൂഹം എത്രയായി? 12 ഗ്രൂപ്പായില്ലേ? 12 ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ അവർക്ക് വെള്ളം കൊടുത്തതിനെ കുറിച്ച് പഠിച്ചല്ല. അപ്പോൾ അവർക്ക് 12 ടാപ്പാണ് അള്ളാഹു അനുവദിച്ചത്. കാരണം ഒരാളുടെ ടാപ്പിൽ നിന്ന് മറ്റൊരാളെ വെള്ളം എടുക്കാൻ അവർ അനുവദിക്കില്ല. അത്രമാത്രം ഭിന്നത ഒരേ പിതാവിൻ്റെ മക്കൾക്കിടയിലുണ്ടായി. അങ്ങനെ അത് വ്യത്യസ്ത ജാതികളായി, ഉപജാതികളായി, വിഭാഗങ്ങളായിട്ട് വേർതിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇസ്ലാം എന്താണ് അള്ളാഹു അംഗീകരിക്കുന്നവരെ തുടക്കത്തിൽ വിളിച്ചത്? മുസ്ലിം എന്ന് വിളിച്ചത് അല്ലേ? മുസ്ലിം എന്ന് വിളിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പേരല്ലേ എന്നാളുകൾ പറയും. പക്ഷേ ആ വാക്കിന് ഏതെങ്കിലും ഒരു വ്യക്തിയുമായോ, ഏതെങ്കിലും ഒരു വിഭാഗവുമായോ, ഏതെങ്കിലും ഒരു സംഭവവുമായോ, ഗോത്രവുമായോ ഒന്നും യാതൊരു ബന്ധവുമില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ യാതൊരു ബന്ധവുമില്ല. ബുദ്ധ മതം, ജൈന മതം, അല്ലെങ്കിൽ ക്രിസ്തു മതം എന്നൊക്കെയുള്ളത് വ്യക്തികളുടെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. ചില വ്യക്തികളുടെ പേരുകൾ, അല്ലെങ്കിൽ അതുപോലെ എല്ലാറ്റിലും കലർപ്പ് കാണാം. ഏത് കാര്യത്തിനും അങ്ങനെ പല സന്ദർഭങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് വിശ്വാസവും ആചാരങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇസ്ലാം എന്ന് പറയുമ്പോഴാണ് അതിന് ഒരു വ്യക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അല്ലേ? അതൊരു ജീവിത വീക്ഷണമാണ്. അല്ലാതെ അത് വ്യക്തികളായിട്ടോ മഹാന്മാരുമായോ സംഭവങ്ങളുമായോ ഒന്നും ബന്ധിപ്പിച്ചുകൊണ്ടല്ലോ പറയുന്നത്. ഒരു ശുദ്ധ പ്രകൃതിയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നു. എങ്കിൽ ആ ശക്തിക്കാണ് നാം വഴിപ്പെടേണ്ടത്. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത്രയല്ലേ പറയുന്നുള്ളൂ. ഇങ്ങനെ പറയുന്നത് വളരെ തെളിമയോടുകൂടി തികച്ചും സുതാര്യമായ ഒരു അവതരണ ശൈലിയാണ് ഇസ്ലാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇതൊരു ജാതി പേരാണോ? നമ്മളിങ്ങനെ ഫോറം പൂരിപ്പിച്ച് നമുക്കങ്ങനെ തോന്നുന്നുണ്ടാകും ചിലപ്പോൾ അല്ലേ? ഇസ്ലാം, മുസ്ലിം, OBC ഇങ്ങനെ എഴുതി ശീലിച്ചവരാണ് നമ്മുടെ ജാതി പേര് എന്ന പോലെ. ഇസ്ലാം, മുസ്ലിം, മലബാറിലാണെങ്കിൽ ഇസ്ലാം, മാപ്പിള, OBC എന്നാണ് എഴുതുക. അപ്പോൾ ഇങ്ങനെ എഴുതി ശീലിച്ചതുകൊണ്ട് ചിലപ്പോൾ നമുക്കങ്ങനെ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ പേരിലും കുറിയിലുമല്ല കാര്യം. എന്നാൽ അല്ലാഹു തആല ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, സൂറത്തുൽ ഹജ്ജ് അവസാനത്തെ ആയത്തിൽ പറയുന്നുണ്ട്. ഹുവ സമ്മാക്കും, അവൻ നിങ്ങളെ പേര് വിളിച്ചിരിക്കുന്നു, അൽ മുസ്ലിമീൻ, മുസ്ലിം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നു, മിൻ ഖബിൽ, പൂർവ്വ സമൂഹങ്ങളിലും, വഫീ ഹാദാ, ഇപ്പോൾ ഈ സമൂഹത്തിനും. അപ്പോൾ ആദം നബി മുതൽ അള്ളാഹു അംഗീകരിക്കുന്നവരുടെ പേര് മുസ്ലിം എന്നാണ്. ആദം നബിക്ക് മുമ്പോ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം മുസ്ലിമാണ് അല്ലേ? ഖുർആൻ അങ്ങനെ സൂചന നൽകുന്നുണ്ട്. വലഹു അസ്ലമ, അവന് മുസ്ലിമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ സകല സംവിധാനങ്ങളും. ഇപ്പോൾ സൂര്യൻ മുസ്ലിമാണ് എന്ന് നമ്മൾ പറയും ഖുർആൻ്റെ ഭാഷയിൽ. ചന്ദ്രൻ മുസ്ലിമാണ് പറഞ്ഞോട്ടെ. കാരണം ഒരു നിയമവ്യവസ്ഥയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സംവിധാനവും മുന്നോട്ട് പോകുന്നത്. അതിനാണ് ഇസ്ലാം എന്ന് പറയാം. അപ്പോൾ യാതൊരു സങ്കീർണതയില്ലാത്ത, കെട്ടിക്കൊടുക്കുകളില്ലാത്ത, ദുരൂഹതയില്ലാത്ത തെളിഞ്ഞ സത്യമാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതിലേക്കാണ് ഈ ആയത്ത് വിരൽ ചൂണ്ടുക. ഇന്ന, നിശ്ചയം, അല്ലദീന ആമനു, വിശ്വസിച്ചവർ. അപ്പോൾ അത് യഥാർത്ഥ വിശ്വാസികളെ കുറിച്ചാണ്. അതാത് കാലഘട്ടത്തിൽ പ്രവാചകനെ അംഗീകരിച്ച് വേദഗ്രന്ഥത്തെ ഉൾക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വിഭാഗമാണ് അല്ലദീന ആമനു എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ആരായിരിക്കും? നിലവിലുള്ള മുസ്ലിം സമൂഹമാണ്. ഇപ്പോൾ മദീന കേന്ദ്രീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇസ്ലാമിനെ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹമാണ് അല്ലദീന ആമനു. ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വസിച്ചവർ. വല്ലദീന ഹാദു, രണ്ടാമത്തേത് വല്ലദീന ഹാദു. ഹാദ യഹൂദു, ഹാദ എന്ന് പറഞ്ഞാൽ യഹൂദ് എന്ന പേര് സ്വീകരിച്ചു. യഹൂദ് എന്ന പേര് സ്വീകരിച്ചു എന്നാണ് ഹാദ. ഹാദ യഹൂദ്, ഹാദ
യഹൂദ് എന്ന പേര് സ്വീകരിച്ചു. ഇതിന് ഹിദായത്തുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. വഴി കാണിച്ചു എന്നങ്ങനെ പറയാം. വഴി കാണിച്ചു. ഹദ അല്ലേ? ഹാദ് ദാല് യാദ് അങ്ങനല്ലേ? ഹദ യഹ്ദി നമ്മൾ പഠിച്ചാണ്. ഹുദ സന്മാർഗം. അപ്പോൾ അതിൽ അവസാനം ഒരു യാ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിലെ അക്ഷരങ്ങൾ അതുമായിട്ട് സമാനതയുണ്ടെങ്കിലും ഇതിൻ്റെ ഘടനയിൽ വ്യത്യാസമുള്ള നടുവിൽ അലിഫ് വരും. ഹാദ അവസാനം യാ ഇല്ല. ഹാദ എന്ന് പറഞ്ഞാൽ യഹൂദ് എന്ന പേര് സ്വീകരിച്ചു എന്ന് മാത്രമാണ് ഇതിൻ്റെ അർത്ഥം. ഹാദ യഹൂദ്. അപ്പം അല്ലദീന ഹാദു എന്ന് പറയുമ്പോഴാണ് യഹൂദ് എന്ന പേര് സ്വീകരിച്ചവർ എന്നായിരിക്കും. ഹാദു എന്ന് പറയുമ്പോൾ ഇത് ക്രിയയാണ്. ഹാദു അവർ യഹൂദ് എന്ന പേര് സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഹാദു അവർ യഹൂദ് എന്ന പേര് സ്വീകരിച്ചു. അല്ലദീന ഹാദു യഹൂദ് എന്ന പേര് സ്വീകരിച്ചവർ. ഖുർആൻ ബോധപൂർവം പറയുന്നതാണ് യഹൂദ് എന്ന പേര് സ്വീകരിച്ചവർ. വല്ലദീന ഹാദു. ഹൗദ് എന്ന വാക്കിനെ കുറിച്ച് പറയുന്നത് ദൈവത്തെ ആരാധിച്ചു എന്നാണ്. ഹൗദ് ആരാധിക്കുന്നതിന് ഹൗദ് എന്ന് പറയും അത്രേ. അറബി ഭാഷയിലല്ല, ഹീബ്രുവോ സുറിയാനിയോ ആയിരിക്കണം. ഹീബ്രു ആവാനാണ് സാധ്യത. ഇത് ദൈവമാകുന്നു. ഇത് ദൈവമാകുന്നു എന്ന് ഹീബ്രുവിൽ ഉപയോഗിക്കുന്നു. യഹൂദ ഇത് ദൈവമാണ്. അറബിയിൽ ഹാദ ഇല്ലേ? ഹാദ ഇത് എന്നാണല്ലോ. അപ്പം അങ്ങനെയാകാം. യഹൂദ. ഇതിൽ നിന്നാണ് യഹൂദ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. യഹൂദ. യഹോവ അല്ലേ? യഹോവ എന്ന് പറയുന്നില്ലേ ക്രൈസ്തവർ ദൈവം എന്ന ഉദ്ദേശത്തിൽ? അപ്പം അതിലെയാണ് യഹോവ ഇത് ദൈവമാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഈ പേരിൻ്റെ അസ്ലെന്താ? അസ്ല് യാക്കൂബ് നബിക്ക് 12 മക്കൾ അല്ലേ? 12 മക്കളാണ്. ആ 12 മക്കളിൽ ഒരാളുടെ പേര് യഹൂദ് എന്നാണ്. ഒരാളുടെ പേര് യഹൂദ് എന്നാണ്. ഇങ്ങനെ ഒരാളുടെ പേര്. അപ്പോൾ ഈ പേരിൽ നിന്നാണ് രൂപപ്പെട്ടു വന്നത് യഹൂദ്. യാക്കൂബ് നബിയുടെ 12 മക്കളിൽ ഒരാളുടെ പേര് യഹൂദ്. 2 പേര് നമുക്കറിയാലോ. ആരൊക്കെയാണ്? യൂസുഫും ബിന്യാമീനും അല്ലേ? ബിന്യാമിൻ, ബെഞ്ചമിൻ, ബിന്യാമിൻ. അപ്പോൾ മറ്റൊരാളുടെ പേരാണ് യഹൂദ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടു വന്നത്. എന്തുകൊണ്ട് മറ്റ് മക്കളുടെ പേര് ഇതിൽ വന്നില്ല എന്ന് ചോദിച്ചാൽ, കാലക്രമേണ ഈ യഹൂദ് എന്ന പുത്രൻ്റെ കുടുംബമാണ് ശക്തി ആർജിച്ചത്. മറ്റു മക്കൾ അങ്ങനെ അറിയപ്പെട്ടില്ല. അപ്പോൾ കൂടുതൽ കരുത്തും സാമ്പത്തിക ശേഷിയും സാമൂഹികമായ ജനസമ്മതിയും ഒക്കെ ഉണ്ടായത് യഹൂദിനായിരുന്നു. അങ്ങനെ അയാളുടെ പേരിലാണ് പിന്നീട് ആ വിഭാഗം മൊത്തത്തിൽ അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. അതാണ് അല്ലദീന ഹാദു. അപ്പോൾ യഹൂദ് എന്ന പേര് സ്വയം സ്വീകരിച്ചവർ അല്ലദീന ഹാദു. എന്താ ഇങ്ങനെ തന്നെ പറയാൻ കാരണം? ഈ പേര് അള്ളാഹു ഇട്ടതല്ല എന്നാണ് പറയുന്നത്. ഉമ്മയും വാപ്പയിട്ട പേര് മാറ്റി പിന്നീട് വേറൊരു പേരിടില്ല എന്ന പോലെയുള്ളൊരു പേരാണിത്. അള്ളാഹു തആല അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകൾക്ക് നൽകിയ പേര് മുസ്ലിം എന്നാണ്. അപ്പോൾ ഈ പേര് ഇവർ സ്വയം സ്വീകരിച്ചാണ് അല്ലദീന ഹാദു. യഹൂദ് എന്ന പേര് സ്വയം സ്വീകരിച്ചവർ എന്നാണ് എൻ്റെ ആശയം. അടുത്തത് അൻ നസാറ. നസാറ നമ്മൾ നസ്രാനികൾ എന്ന് പറയും അല്ലേ? നസ്രാനി എന്ന് പറയുന്നതൊരു മോശം ശൈലിയാണ്. കാക്കാമാർ എന്ന് പറയും പോലെ
അങ്ങനെയല്ല. ഖുർആൻ നല്ല ഉദ്ദേശത്തിലാണ് നസാറ എന്ന് പറയുന്നത്. എന്തായാലും അവരുടെയും പേര് യഥാർത്ഥത്തിൽ മുസ്ലിം എന്നാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, ഈസാ നബിയിൽ വിശ്വസിക്കുന്ന ആളുകളെ ഖുർആൻ മുസ്ലിം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. പിന്നെ വേറെ ചില വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഹവാരി എന്ന് വിളിച്ചിട്ടുണ്ട് ഈസാ നബിയുടെ അനുയായികളെ. ഹവാരി, ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ് എന്ന് ഉണ്ടല്ലോ. അതായത് സൂറയിലായിരുന്നു, സൂറത്ത് സഫിൽ അല്ലേ, സൂറത്ത് സഫിൻ്റെ അവസാന ഭാഗത്തുണ്ട്. ഹവാരി എന്ന് പറഞ്ഞത് പിന്നെ ഈസാ നബി അംഗീകരിച്ച ആളുകൾ എന്ന അർത്ഥത്തിലാണ്. ഹൂർ, ഹവാർ ഉണ്ടല്ലോ, ഹൂറുൽ ഈനില്ലേ, വെളുത്ത കണ്ണുള്ള സുന്ദരികൾ എന്നാണ് ഹൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹവാരി എന്ന് പറഞ്ഞത് വെളുപ്പിക്കുന്നവർ എന്നാണ് വാക്കിൻ്റെ ഒരർത്ഥം. ഒന്ന് വസ്ത്രം വെളുപ്പിക്കുന്നവർ, അവർ അലക്കുകാരായിരുന്നു. ഈസാ നബിയെ വിശ്വസിച്ച ആളുകൾ അലക്കുകാരും അതുപോലെ മത്സ്യബന്ധനം നടത്തുന്നവരൊക്കെ ആയിരുന്നു എന്നാണ്. അപ്പം അങ്ങനെയാണ് ആ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു, ഹവാരി. അതേസമയം നസാറ എന്ന വാക്ക് അങ്ങനെ വന്നത്, ഒന്ന് നസ്രയത്തിൽ പിറന്നവൻ്റെ അനുയായികൾ അല്ലേ. നസ്രയത്ത് എന്ന സ്ഥലത്താണ് ഈസാ അലൈഹി ഇസ്ലാം പിറന്നത്. അപ്പോൾ ആ നസ്രയത്തിൽ പിറന്ന അല്ലെങ്കിൽ വളർന്നവൻ്റെ അനുയായികൾ എന്ന ആശയത്തിലാണ് ഉപയോഗിക്കുന്നതാണ്. അതൊരു നല്ല ഉദ്ദേശത്തിലുള്ള പേരാണ്. പക്ഷേ പിന്നീട് ക്രൈസ്തവർ തന്നെ അത് ഇഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? നസ്രയത്ത് എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. അപ്പോൾ ലോകത്തോളം വളർന്ന ഒരാളെ എങ്ങനെയാണ് ഒരു ഗ്രാമത്തോട് ചേർത്ത് പറയാം? മോശമല്ലേ? ഒരു കൊച്ചാക്കുന്ന രീതിയാണത്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഇഷ്ടമല്ല എന്ന് അവർ തന്നെ പറയാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായി. ഇപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ അദ്ദേഹം ജനിച്ച ഗ്രാമവുമായിട്ട് അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് അങ്ങനെ പറഞ്ഞാൽ ഒരു കൊച്ചാക്കലാണ്. ഇപ്പോൾ അന്ന് വേണ്ടതില്ല. നരേന്ദ്രമോദി ഇന്ത്യ ഇത്ര പോരെ, കത്ത് കിട്ടാൻ ഇത്ര മതിയാവും. കാരണം അദ്ദേഹം ഇന്ത്യയോളം വളർന്നു. അപ്പോൾ എന്ന് പറയും. അപ്പോൾ എന്ന പോലെ നസ്രയത്തിൽ പിറന്ന ആളുടെ അഥവാ യേശുവിൻ്റെ അനുയായികൾ എന്ന് പറയുന്നത് അവർക്ക് തന്നെ പിന്നീട് കുറച്ചിലായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനൊരു പേര് അവർക്കുണ്ടായിരുന്നു. ഖുർആൻ ഈ വാക്ക് ഉപയോഗിച്ചത് നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അവരെ കൊച്ചാക്കാൻ വേണ്ടി അല്ല എന്നതാണ്. നസാറ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നാണ് അർത്ഥം. നാസിർ, നസീർ, അൻസാർ അല്ലേ. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈസാ നബി ചോദിക്കുന്നുണ്ട്, മൻ അൻസാരി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്നെ സഹായിക്കുന്നവർ ആര്? അപ്പോഴാണ് ഹവാരികൾ പറഞ്ഞത്, നഹ്നു അൻസാറുല്ലാഹ്, ഞങ്ങളുണ്ട് താങ്കളോടൊപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സഹായികളായിട്ട് എന്നവർ പറഞ്ഞു എന്നാണ്. അപ്പോൾ നസാറ എന്നത് പൗലോസ് എന്നൊരാൾ വന്നില്ലേ അല്ലേ. പൗലോസാണ് പിന്നീട് ഇവരെ ഉദ്ധരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ പൗലോസ് ഈ ഈസാ അലൈഹി ഇസ്ലാം സ്ഥാപിച്ച പല അടിത്തറകളും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. കൃത്രിമമായിട്ട് പിന്നെ അതിനെ വികൃതമാക്കുന്ന രീതിയാണ് സ്വീകരിച്ചതെന്നാണ് മനസ്സിലാവുക. നസാറ എന്നത് പൗലോസിന് മുമ്പ് യേശു ശിഷ്യരുടെ നാമമായിരുന്നു. അതിനെ എഴുതേണ്ടത് നസാറ. പൗലോസിന് മുമ്പ് യേശു ശിഷ്യർക്ക് പറയപ്പെട്ടിരുന്ന പേര് നസാറ. നസ്രയത്ത് ഗ്രാമവുമായി ബന്ധപ്പെട്ട നസ്രയത്ത് ഗ്രാമം, നസ്രയത്തിലാണ് മറിയം താമസിച്ചിരുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുരിശിനെ കേന്ദ്രമാക്കി വികൃതമാക്കിയ പൗലോസ് തങ്ങൾ ഒരു കുഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്നുള്ള പേരെങ്ങനെയാണ് വരുന്നത്? ക്രൈസ്റ്റ്, ക്രിസ്ത്യാനിറ്റി, ഇതൊക്കെ ക്രൂസുമായി ബന്ധപ്പെട്ടാണ്. ക്രൂസ് അല്ലേ, കുരിശിന് പറയാം, കുരിശുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് പൗലോസിൻ്റെ മതമാണ്. ഈസാ നബിയുടെ മതമല്ല, പൗലോസിൻ്റെ മതമാണ്. പിന്നീട് അയാൾ അങ്ങനെ രൂപപ്പെടുത്തിയെടുത്താണ്.
അപ്പം അങ്ങനെ അതോടുകൂടിയാണ് അതിൽ സകല കലർപ്പുകളും വന്നു വരുന്നത്. ഈ രൂപത്തെ ആരാധിക്കുന്ന കുരിശിന് പ്രാധാന്യം നൽകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ശരിക്കും വൈരുദ്ധ്യമാണല്ലോ അവർ കാണിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരാൾ വാക്കത്തി കൊണ്ട് വെട്ടി, അങ്ങനെയാണെങ്കിൽ ആ വാക്കത്തിയോട് നമുക്ക് സ്നേഹമാണോ തോന്നുക? അല്ലേ? ആ വാക്കത്തി അപ്പം തന്നെ നശിപ്പിച്ച കളയില്ലേ? കാണുമ്പോൾ തന്നെ ദേഷ്യം വരും, സങ്കടം വരും. പക്ഷേ അവരാ വാക്കത്തിയാണ് കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് അതിനെ മാലയിട്ട് അതിനെ പൂജിച്ച് അത് പിന്നെ തോളത്തേറ്റിയിട്ട് മലയാറ്റൂരിലേക്ക് പോകാം, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ഒരു വൈരുദ്ധ്യമാണല്ലോ ശരിക്കും അവർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പൗലോസ് വരുത്തിയ മാറ്റങ്ങളാണ്. അങ്ങനെയാണ് അവർക്കിടയിൽ പൗരോഹിത്യവും അതുപോലെ രൂപങ്ങളെ ആരാധിക്കുന്ന രീതിയൊക്കെ വന്നുപെട്ടത്. അങ്ങനെയാണ്. അപ്പോൾ അത് ആ നിലക്ക് നമ്മൾ പഠിക്കണം. ക്രിസ്തു മതവും ക്രിസ്തുവിൻ്റെ മതവും എന്ന പേരിലൊരു പുസ്തകമുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ക്രിസ്തുവിൻ്റെ മതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. ക്രിസ്തുവിൻ്റെ മതം എന്ന് പറയുന്നത് ക്രിസ്തു മതവും ക്രിസ്തുവിൻ്റെ മതവും IPH കിട്ടും ആ പുസ്തകം. അപ്പോൾ അൻസാർ, നസാറ എന്നത് അല്ലാഹു തആല ഈ വാക്ക് ഉപയോഗിച്ചത് ഇവരിങ്ങനെ കൊച്ചാക്കാൻ വേണ്ടിയൊന്നുമല്ല, മറിച്ച് അവരിലെ നന്മയുണ്ടല്ലോ. ഈസാ നബിക്ക് പിന്തുണ പ്രഖ്യാപിച്ച സഹായികളായ ഒരു സംഘം ആളുകൾ അവരിലുണ്ട്. ആ നിലക്കാണ് വിളിച്ചത്. പക്ഷേ ഇവരത് സ്വീകരിച്ചത് അവരുടെ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ്. അവർ ജൂതരിൽ നിന്ന് യഹൂദരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ആ വാക്ക് അവർ പിന്നീട് ഉപയോഗിച്ചത്. ഇപ്പം നസാറ, മൻ അൻസാരി ഇലല്ലാഹ് എന്നുള്ളത് പറഞ്ഞല്ലോ, സൂറത്ത് സൊഫിൽ കാണാം. അപ്പോൾ അവിടെ കൂടുതൽ വിശദീകരണം ഉണ്ടാവും. ഇപ്പോൾ വൻ നസാറ ഇന്നല്ലദീന ആമനു, നിശ്ചയം വിശ്വസിച്ചവർ, വല്ലദീന ഹാദു, യഹൂദ് എന്ന പേര് സ്വീകരിച്ചവരും, വൻ നസാറ, നസാറ എന്ന പേര് സ്വീകരിച്ചവരും, വസാബിഈൻ, അടുത്തത് മറ്റൊരു വിഭാഗമാണ് സാബി. സാബി അറേബ്യയിലെ ഒരു മതവിഭാഗം, ഇന്ന് നിലവിലില്ല. ചരിത്ര രേഖകളും ലഭ്യമല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ, ഇവരെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. ഒന്ന്, ജൂത മജൂസി. മജൂസി എന്ന് പറഞ്ഞാൽ അഗ്നി ആരാധകരാണ്, അല്ലേ? അഗ്നി ആരാധകരാണ്. ജൂത മജൂസി മതങ്ങൾക്കിടയിലെ നിലപാട് സ്വീകരിച്ചവർ. ജൂതരുമല്ല മജൂസിയല്ല, രണ്ടിനും ഇടയിലാണ് ഇവരുടെ നിലപാട്. ജൂത മജൂസി മതങ്ങൾക്കിടയിലെ നിലപാട് സ്വീകരിച്ചവർ. രണ്ടാമത്തെ അഭിപ്രായം, ഏകദൈവവാദികളാണെങ്കിലും ശരീഅത്ത് പാലിക്കാത്തവർ. അപ്പം എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം? ഏകദൈവത്വം ഒരു തത്വമായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്, കൊള്ളാം. പക്ഷേ അവർക്ക് ഏകദൈവത്വവുമായി ബന്ധപ്പെട്ട് നിയമസംഹിതയില്ല. നിയമസംഹിത ഉണ്ടാവുന്നുണ്ട്. ഇതെങ്ങനെ പ്രാക്ടിക്കലാക്കണം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഒരേ സമയം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, ആ അള്ളാഹു പഠിപ്പിച്ചതനുസരിച്ചുള്ള നിയമസംഹിത ജീവിതത്തിൽ നടപ്പാക്കുന്നു. അപ്പോൾ ഇവരങ്ങനെയല്ല, ഏകദൈവത്വം അംഗീകരിക്കുന്നു, എന്നാൽ അതനുസരിച്ചുള്ള ഒരു നിയമസംഹിത പ്രാക്ടിക്കൽ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. അവരവർക്ക് തോന്നുന്ന പോലെ അവർ ജീവിച്ചു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരായിരുന്നു സാബി. ഇനി മൂന്നാമത്തെ അഭിപ്രായം, സബൂർ ആരുടെ വേദമായിരുന്നു? ദാവൂദ് നബിയുടെ. സബൂർ അംഗീകരിച്ച് ജീവിച്ചവർ. അടുത്തത്, ഖിബ്ലക്ക് നേരെ നമസ്കരിക്കുകയും എന്നാൽ മലക്കുകളെ ആരാധിക്കുകയും ചെയ്തവർ. പൊതുവെ അറബി ഭാഷയിലെ സാബി എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ സാബി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മതം മാറിയവൻ എന്ന അർത്ഥത്തിലാണ്. മതം മാറിയവൻ, പുത്തൻ വാദി എന്നൊക്കെ പറയില്ലേ, പുത്തൻ കൂറ്റുകാരൻ, ഈ ഉദ്ദേശത്തിലാണ് സാബി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അബൂലഹബ് റസൂലുള്ളാഹിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്കാദ് ചന്തയിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തപ്പോൾ റസൂൽ അവിടുന്ന് മാറുമ്പോഴേക്ക് അബൂലഹബ് പിന്നാലെ വന്നില്ലേ?
എന്നിട്ടെന്താ പറഞ്ഞത്? ഇന്നഹു സാബി ഖാദിബ് എന്നാ പറഞ്ഞു റസൂലിനെ കുറിച്ച്. ഇന്നഹു സാബി, ഇവൻ പുത്തൻ മതക്കാരനാണ്, ഇവൻ നമ്മുടെ പൂർവികന്മാരുടെ മതങ്ങളെ വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നവനാണ്. സാബി, ഖാദിബ്, വ്യാജൻ, ഇങ്ങനെ 2 വാക്ക് അബൂ ലഹബ് പറഞ്ഞു. സാബി എന്ന ഈ വാക്ക് തന്നെ ഉപയോഗിച്ചു. ഇയാൾ പുത്തൻ മതക്കാരനാണ് എന്ന രൂപത്തിൽ. അപ്പോൾ പൊതുവെ അറബി ഭാഷയിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് മതം മാറിയവൻ അല്ലെങ്കിൽ പുത്തൻ മതക്കാരൻ എന്ന ആശയത്തിലാണ്. പിന്നെ ഇവരെക്കുറിച്ച് പറയുന്നത് ഇവർ ഗോളശാസ്ത്ര നിപുണരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വ്യത്യസ്ത തഫ്സീറുകളിലെ അഭിപ്രായങ്ങളാണ്. ഗോളശാസ്ത്ര നിപുണരായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ചിലരിങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, അവർ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. സാബി അങ്ങനെ അഭിപ്രായമുണ്ട്, നക്ഷത്രങ്ങളെ ആരാധിച്ചവർ. എന്തായാലും അറബികൾക്ക് ഈ പേര് അറിയാമായിരുന്നു. സാബി എന്ന് പറഞ്ഞിട്ടൊരു മതവിഭാഗമുണ്ട് എന്ന കാര്യം അറബികൾക്ക് അറിയാം. അതുകൊണ്ട് അള്ളാഹു ആ വാക്കിവിടെ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ, അല്ലാതെ അവരെക്കുറിച്ച് വിശദീകരിക്കലുള്ള ഉദ്ദേശമല്ല. വ്യത്യസ്ത പേരുകൾ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ പറയില്ലേ മതങ്ങൾ എണ്ണി പറയുമ്പോൾ ഹിന്ദു മതം, ജൈന മതം, സിഖ് മതം, ക്രിസ്തു മതം, ബുദ്ധമതം, ഇങ്ങനെ എണ്ണി പറയും പോലെ അന്നത്തെ കാലത്ത് നിലവിലുള്ള ചില മതവിഭാഗങ്ങളുടെ പേര് പറയൽ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈൻ, 4 വിഭാഗം പറഞ്ഞു, 4 വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. മൻ, ഇവരിൽ ആര്, ആമന വിശ്വസിച്ചു, ബില്ലാ അള്ളാഹുവിൽ വിശ്വസിച്ചുവോ, വൽ യൗമിൽ ആഖിർ അന്ത്യദിനത്തിലും വിശ്വസിച്ചുവോ, വഅമില പ്രവർത്തിക്കുകയും ചെയ്തുവോ, സാലിഹൻ നന്മ സൽക്കർമ്മം, ഫലഹും അപ്പോൾ അവർക്കുണ്ട്, അജ്റുഹും അവർക്കുള്ള പ്രതിഫലം, അജ്ർ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ നമ്മൾ പഠിച്ചാണ്. ഫലഹും അവർക്കുണ്ട്, അജ്റുഹും അവർക്കുള്ള പ്രതിഫലം, ഇൻദ അടുക്കൽ, റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ, വലാ ഖൗഫ് ഭയപ്പെടേണ്ടതില്ല, അലൈഹിം അവർ, വലാഹും അവർ അല്ല, യഹ്സനൂൻ ദുഃഖിക്കേണ്ടവരും അല്ല. നേരത്തെ വന്നതല്ലേ, എവിടെ വന്നത്? ആദം സംഭവം അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വഇമ്മാ യഅ്തിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നാ പറഞ്ഞത്. ഇതാണ് ഈ ആയത്ത്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസ്സാബിഈൻ, നിശ്ചയം വിശ്വസിച്ചവരും യഹൂദ് എന്ന പേര് സ്വീകരിച്ചവരും നസാറാക്കളും സാബി മതക്കാരും, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ആർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചുവോ, വഅമില സാലിഹൻ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുവോ, ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അവരുടെ റബ്ബിങ്കൽ അവർക്ക് പ്രതിഫലമുണ്ട്, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇങ്ങനെയാണ്. എന്തായാലും മനസ്സിലാകുന്നത് സർവമത സത്യവാദമാണോ? അങ്ങനെ മനസ്സിലാവോ? അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ആളുകൾ ഇതാണ് പറയാം, ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്. എന്താ ഇതിൽ പറഞ്ഞത്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. നിങ്ങൾ മുസ്ലിം ആവട്ടെ, യഹൂദി ആവട്ടെ, നസാറയാവട്ടെ, സാബി ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മൻ ആമന ബില്ല ദൈവവിശ്വാസം ഉണ്ടാവുക, വഅമില സാലിഹൻ ഉണ്ടാവും, മനുഷ്യൻ നന്നായാൽ മതി. ഇങ്ങനെ ഒരു പറയും. അപ്പോൾ എങ്ങനെയാണ് ഇതിന് മറുപടി പറയാം? അങ്ങനെയല്ല, ഇസ്ലാം മാത്രമാണ് സത്യം എന്ന് ഖുർആൻ പറയുന്നില്ലേ? ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ജീവിതക്രമം. ഇങ്ങനെ തന്നെ ഖുർആൻ ഖണ്ഡിതമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതിനെങ്ങനെ മറുപടി പറയും? പ്രത്യക്ഷ വായനയിൽ ഇങ്ങനെ തോന്നുള്ളൂ. പിന്നെ ഏത് പേര് സ്വീകരിച്ചാലും വിശ്വാസം ഉണ്ടാവണം, നന്മ ചെയ്യണം, വേറൊന്നും വേണ്ടതില്ല. ഇപ്പോൾ പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽ പിന്നെ ഖുർആൻ സൊസൈറ്റി, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായില്ലേ ചേകന്നൂരിൻ്റെ, ആ ഗ്രൂപ്പ് വീണ്ടും മറ്റൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
പുതിയ ഖുർആൻ വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. അപ്പോൾ അതിൽ ഈ ആയത്തിനെ കുറിച്ച് അവർക്കും ഇത് തന്നെയാണ് പറയാനുള്ളത്. ഖുർആൻ മതി, സുന്നത്ത് വേണ്ട. അപ്പോൾ വിശ്വാസം വേണം, ജീവിതത്തിൽ നന്മയൊക്കെ പ്രവർത്തിച്ച് അങ്ങനെ അടിസ്ഥാനം പോയാൽ മതി. അല്ലാതെ 5 നേരം നിസ്കരിക്കുക, അങ്ങനെയുണ്ടല്ലോ, ഒരു മാസം മുതൽ നോമ്പെടുക്കുക, പിന്നെ ഒരുപാട് ഹലാൽ ഹറാമുകളുടെ കെട്ടിക്കൊടുക്കുകൾ, ഇങ്ങനെയൊക്കെ വേണം. കേൾക്കുമ്പോൾ നല്ല സുഖമുള്ള പരിപാടിയാണ് അല്ലേ? അപ്പോൾ വളരെ ഗുരുതരമായൊരു വിഷയമാണ്. അപ്പം എങ്ങനെ മറുപടി പറയും? ഇതിൽ അള്ളാഹുവിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ, മുഹമ്മദ് നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ മാത്രമേ പിന്തുടരാൻ പാടുള്ളൂ എന്നൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് അവർ പറയാം. അങ്ങനെ വല്ലതും പറഞ്ഞോ? പറയാം, നിങ്ങളെന്തൊന്നും ഉണ്ടാത്ത അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ? ഇതിനെങ്ങനെ മറുപടി പറയും? ഈ ആയത്തിൽ നിന്ന് തന്നെ മറുപടി പറയണം. എങ്ങനെ? അതെ. അതാണ് ഇതിലൊക്കെ തന്നെ മറുപടി ഉണ്ട് ഇപ്പോൾ പറഞ്ഞതിൽ. അല്ല, ഒന്നാമത്തേത് വിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് മാത്രം എടുത്തുകൊണ്ട് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. ഖുർആനിലെ ഒരായത്തിനെ മറ്റ് ആയത്തുകൾ വ്യാഖ്യാനിക്കുന്നു അല്ലേ? ഏതായത്തെടുത്താലും സൂറത്തുൽ ഫാത്തിഹയുടെ മൊത്തം വ്യാഖ്യാനമാണ് ഖുർആൻ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. ഏതൊരായത്തെടുത്താലും അതിൻ്റെ വ്യാഖ്യാനമാണ് മറ്റ് ആയത്തുകൾ. അങ്ങനെ തന്നെ തഫ്സീറുകളുണ്ട്. ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുന്ന രൂപത്തിലുള്ള തഫ്സീർ. അപ്പോൾ അതാണ് ഒന്നാമത്തെ സംഗതി. ഈ ആയത്ത് സ്വതന്ത്രമായിട്ട് എടുത്തുകൊണ്ട് ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അപ്പോൾ ഈ ആയത്ത് വിശ്വസിക്കുന്നവരാണല്ലോ, ഇതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്, സർവ്വമത സത്യവാദം, അതുകൊണ്ട് അതാണ് ശരി എന്ന നിലയ്ക്ക് ഈ ആയത്തിനെ അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മറ്റ് ആയത്തുകളും അവർ അംഗീകരിക്കേണ്ടതുണ്ട് അല്ലേ? ഒരായത്ത് മാത്രമായിട്ട് പഠിച്ചാൽ ഇറക്കിയിട്ടില്ലല്ലോ. അപ്പോൾ മറ്റായത്തുകൾ അംഗീകരിക്കണം. അപ്പോൾ ആ ആയത്തുകൾ അവതരിച്ച പ്രവാചകനെ അംഗീകരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറഞ്ഞു ചില പോയിന്റുകൾ. അപ്പോൾ ഒരു തിയറി എന്ന അർത്ഥത്തിൽ അള്ളാഹിലും അന്ത്യനാളിലും വിശ്വസിച്ചു എന്നതുകൊണ്ടായില്ല. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് വളരെ പ്രധാനമാണ്. ആ പ്രായോഗിക രീതി എവിടെ നിന്നാണ് കിട്ടുക? പ്രവാചകനിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ അല്ലേ? ഖുർആൻ അവതരിച്ചല്ല എങ്കിൽ ആർക്ക് അവതരിച്ചു? ആ അവതരിക്കപ്പെട്ട പ്രവാചകൻ്റെ ജീവിതശൈലി നമ്മൾ മാതൃകയാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ നമസ്കാരം 3 നേരമേ ഉള്ളൂ എന്നൊക്കെ വാദിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവരുടെ വാദം എവിടെ പൊളിയുന്നത്? ഖുർആനിൽ 3 നേരെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ് വാദിക്കും. യഥാർത്ഥത്തിൽ ഖുർആനിൽ തന്നെ 5 നേരം കണ്ടെത്താൻ കഴിയും. അപ്പം അങ്ങനെ വാദിക്കുന്നവരോട് ചോദിക്കാനുള്ള ഇത് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നമസ്കാരം ഉണ്ടല്ലോ, നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരം, നിന്നു പിന്നെ റുക്കൂ സുജൂദും ഒക്കെയുള്ള ഈ നമസ്കാരം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പം അത് പ്രവാചകനാണ് പഠിപ്പിച്ചത് അല്ലേ? അപ്പോൾ ആ കാര്യത്തിൽ പ്രവാചകൻ അംഗീകരിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ടി വരും. ഇനി അങ്ങനെയല്ല, വെറുതെ നിൽക്കാനേ പറഞ്ഞുള്ളൂ, ഖിയാമ നിൽക്കൽ മാത്രം, പിന്നെ നേരെ റുക്കൂ പിന്നെ സുജൂദ്, ഇങ്ങനെ നിസ്കരിക്കുന്നവരുണ്ടെന്ന് പറയുന്നു. നേരെ സുജൂദിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയായാലും എങ്ങനെ നിൽക്കണം? ഇനി സുജൂദിൻ്റെ രൂപം ഇപ്പോൾ ഈ കാണിച്ചതുപോലെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ആവണമെന്നില്ലല്ലോ അല്ലേ? ഒരാൾക്ക് നേരെ അങ്ങ് കിടക്കാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെയല്ല, നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ 8 അംഗങ്ങൾ നിലത്ത് പതിച്ചുകൊണ്ട് തന്നെ നിർവഹിക്കണം എന്നത് റസൂൽ പഠിപ്പിച്ചല്ലേ? അല്ലെങ്കിൽ ഒരാൾക്കത് ലഭിക്കുമോ? അപ്പോൾ അത് തികച്ചും നിരർത്ഥകമാണ്. പരസ്പരം ബന്ധിപ്പിക്കാൻ കഴിയാത്ത വാദങ്ങൾ മാത്രമായിട്ട് മാറുകയാണ്. പിന്നെ ഒരു ആയത്ത് ഓതി, അത്തിയഉല്ലാഹ വ അത്തിയഉർ റസൂല വ ഉലിൽ അംരി മിൻകും എന്നത്. അള്ളാഹുവെ അനുസരിക്കുക, പ്രവാചകനെ അനുസരിക്കുക, നിങ്ങളുടെ അതാത് കാലഘട്ടത്തിലെ ഇസ്ലാമിക നേതൃത്വത്തെ അനുസരിക്കുക എന്ന് പറയുന്ന ആയത്ത് ഇതിൻ്റെ മറ്റൊരു തെളിവാണ്. അത്തിയഉർ റസൂൽ, പ്രവാചകനെ അനുസരിക്കാതെ അള്ളാഹുവോടുള്ള അനുസരണം പൂർണ്ണമാവുകയില്ല അല്ലേ?
അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. എന്തായാലും പിന്നെ ഒന്ന് അമില സ്വാലിഹൻ, ഇത് വളരെ അടിവരായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്. അമില സ്വാലിഹൻ, സൽക്കർമ്മം അനുഷ്ഠിക്കാന്ന് പറഞ്ഞില്ലേ? ഏതാ സൽക്കർമ്മം എന്ന് പറയാം? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ സൽക്കർമ്മം. അങ്ങനെ ആകുമ്പോഴേ സൽക്കർമ്മമാവുള്ളൂ. നേരത്തെ നമ്മളത് വിശദീകരിച്ചിരുന്നു. സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി വൃദ്ധസദനം പണിയൽ സൽക്കർമ്മമാണോ? അല്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ ഇത് ഹറാമാണ്. മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് മക്കളാണ്. അതേസമയം ആരാലും സംരക്ഷിക്കപ്പെടാതെ അലഞ്ഞു നടക്കുന്നവരെ സംരക്ഷിക്കാൻ സംവിധാനം ഉണ്ടാവണം. പക്ഷെ മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കാൻ, മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി വൃദ്ധസദനം ഉണ്ടാക്കൽ സൽക്കർമ്മമല്ല ഇസ്ലാമിക വീക്ഷണത്തിൽ. അങ്ങനെ ഒരുപാട് സംഗതികൾ കാണാം. ബാങ്കിങ്, പലിശ ബാങ്കിങ് നമ്മുടെ നാട്ടിൽ സേവന പ്രവർത്തനമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇസ്ലാമിക വീക്ഷണത്തിൽ അത് തികച്ചും ചൂഷണ വ്യവസ്ഥയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അമലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ഏതാണെന്ന് അറിയണം. അത് പ്രവാചകനിലൂടെ മാത്രമേ കിട്ടുള്ളൂ. എന്തായാലും ഇതിനകത്ത് തന്നെ ഉത്തരവുണ്ട്. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിർ, ആ വിശ്വാസം പരലോകത്തെ മുൻനിർത്തിയാവുക, വ അമില സ്വാലിഹൻ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കർമ്മം ചെയ്യുക എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഈമാനും ഇസ്ലാമും ഒക്കെ ഉൾക്കൊണ്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അർത്ഥം എഴുതാം. 62 നിശ്ചയം. വിശ്വസിച്ചവരും യഹൂദ് എന്ന പേര് സ്വീകരിച്ചവരും നസാറാക്കളും സാബി മതക്കാരും 'ആരുമാകട്ടെ', ഇവിടെ ഒരു കോമ ഇട്ടിട്ട് 'ആരുമാകട്ടെ', ആർ അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് അവരുടെ റബ്ബിങ്കൽ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. എന്താ ഇവിടെ ഭയം? നഷ്ടഭയം, നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി, ദുഃഖം, നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന നിരാശ. അവർ ഈ മാർഗത്തിൽ അനുഷ്ഠിച്ച ഒരു കർമ്മവും പാഴായി പോവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. നമ്മൾ പൊതുസമൂഹത്തോട് സംവദിക്കുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ, അതൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ ഈ ആയത്ത് വളരെ ഫലപ്രദമാണ്. ഇത് ഈ ഇസ്രായേലിയർക്കിടയിലുണ്ടായിരുന്ന വിഭാഗീയത മുൻനിർത്തിയാണ് അല്ലാഹു തആല ഈ ആയത്ത് ഇടയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു പോകാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
وإذ أخذنا ميثاقكم ورفعنا فوقكم الطور وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واذكروا ما فيه لعلكم تتقون ثم توليتم من بعد ذلك فلولا فضل الله عليكم ورحمته لكنتم من الخاسرين. ഒരു പ്രത്യേക സംഭവമാണ് ഈ രണ്ട് ആയത്തുകളിൽ. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്രായേലിനോട് പല കരാറുകൾ വാങ്ങിയിട്ടുണ്ട് പല ഘട്ടങ്ങളിൽ. അതിലധികവും അവർ ലംഘിച്ചു. അപ്പോൾ കരാർ വാങ്ങുന്നതിന് അല്ലാഹു പല രീതിയും സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ ഒരു സന്ദർഭമാണ് അവർക്ക് മുകളിൽ അല്ലാഹു തആല പർവ്വതത്തെ ഉയർത്തി നിർത്തിക്കൊണ്ട് കരാർ വാങ്ങിയത്. ആ സംഭവമാണ് ഇവിടെ പറയുന്നത്. വഇദ് അഖദ്ന, അഖദ എടുത്തു, സ്വീകരിച്ചു അല്ലേ, അഖദ. വഇദ് സന്ദർഭം ഓർക്കുക, അഖദ്ന നാം സ്വീകരിച്ച സന്ദർഭം. മീസാഖ് എന്തായിരുന്നു? കരാറ്. നേരത്തെ വന്നതല്ലേ മീസാഖ്. എന്താ ജമ്മ? മവാസീഖ്, മവാസീഖ് എന്നാണ്. അതും എഴുതിയിട്ടുണ്ടാവണം. الذين ينقضون عهد الله من بعد ميثاقه മവാസീഖ്. വേറെ കരാറ് പറയാം അഹ്ദ്, അഹ്ദുല്ലാഹി, അഹ്ദ് എന്ന വാക്കോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉഖ്ദത്ത്, ഉഖ്ദ കെട്ട്, കരാർ. ഇപ്പോൾ പല വാക്കുകളുണ്ട്. വഇദ് അഖദ്ന നാം സ്വീകരിച്ച സന്ദർഭം, മീസാഖക്കും നിങ്ങളുടെ കരാർ, നിങ്ങളിൽ നിന്ന് ഒരു കരാർ സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. എന്നിട്ടോ എങ്ങനെയായിരുന്നു ആ സന്ദർഭം? വറഫഅന, റഫഅ ഉയർത്തി, റഫഅന ലക ദിക്റക് നാം ഉയർത്തുകയും ചെയ്തു. ഫൗഖ മുകളിൽ, ഫൗഖക്കും നിങ്ങൾക്ക് മുകളിൽ നാം ഉയർത്തുകയും ചെയ്തു. അത്തൂർ, വത്തീനി വസ്സൈത്തൂൻ, വത്തൂർ അല്ലേ. തൂർ എന്താ? പർവ്വതം. തൂർ പർവ്വതം. തൂർ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വൃക്ഷലതാദികളുള്ള മല എന്ന അർത്ഥത്തിലാണ്, എന്ന ഉദ്ദേശത്തിലാണ്. വൃക്ഷലതാദികളുള്ള മല. അതില്ലാത്ത മല ഉണ്ടാവോ? ഉണ്ട്. അറേബ്യയിലെ അധിക മലകളും ഊഷരമാണ് അല്ലേ. വെറും മൊട്ടപ്പാറയായി കിടക്കുന്ന ഒരുപാട് മലകൾ കാണാം, പ്രത്യേകിച്ച് മക്കയിൽ. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വൃക്ഷലതാദികളുള്ള മലയാണ്, പച്ചപ്പുള്ള മല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെയുള്ള മലകളില്ലേ, അതിൽ പറയാം പശ്ചിമഘട്ടം പോലെയുള്ളത് തൂറാണ്. സാധാരണ മലക്ക് എന്താ പറയാം? പർവ്വതം, ജബൽ. വതകൂനുൽ ജിബാലു കൽ അഹ്നിൽ മംഫൂഷ്, ജബൽ, ജിബാൽ. തൂർ എന്ന് പൊതുവെ ഇങ്ങനെയുള്ള മലക്ക് പറയും, വൃക്ഷലതാദികളുള്ള മല. ഇവിടെ ഏത് മലയാണ് ഉയർത്തിയത് എന്നത് വ്യക്തമല്ല. ഒരു പ്രത്യേക മല, ഒരു നിശ്ചിതമായ ഒരു മല, അത്തൂർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഖുർആൻ. പിന്നെ തൂർ ഉപയോഗിച്ചത് തൂരി സീനീൻ അല്ലേ. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? സീന പർവ്വതം. സീന മരുഭൂമിയോട് ചേർന്നുള്ള പർവ്വതമാണ്. മൂസ അലൈഹി ഇസ്ലാമിന് നുബുവത്ത് ലഭിച്ച പർവ്വതത്തെക്കുറിച്ച് പറയും. പക്ഷെ ഇവിടെ അതാണ് എന്ന് വ്യക്തമല്ല, അതുകൊണ്ട് അത് തന്നെയാണ് എന്ന് നാം സ്ഥാപിക്കേണ്ടതില്ല. വറഫഅന ഫൗഖകും തൂർ നിങ്ങൾക്ക് മുകളിൽ നാം ഒരു പർവ്വതത്തെ ഉയർത്തുകയും ചെയ്തു എന്ന് മാത്രമാണ്. ഇതേ വിഷയം സൂറത്തുൽ അഅറാഫ് 169, 171 ഉണ്ട്. 169 മുതൽ 171 വരെ.
മൂന്നായത്ത്. അൽ ആറാഫ് 169, 171 നമ്മൾ എഴുതി വെക്കുക. ഇതേ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേലിയരോട് അള്ളാഹു തആല കരാർ വാങ്ങിയത്. അവിടെ 171 പറയുന്നുണ്ട്, ഇത് നത്തഖനൽ ജബൽ, നാം ഒരു പർവ്വതത്തെ പിഴുതെടുത്തു, ഫൗഖഹും, എന്നിട്ട് അവർക്ക് മുകളിൽ കൊണ്ടുവന്നു, കഅന്നഹു ളുല്ല, അതൊരു തണൽ പോലെ, മേഘക്കുട പോലെ നിന്നു, വളന്നു അന്നഹു വാഖിഅൻ ബിഹിം, ആ മല അങ്ങനെ തന്നെ തങ്ങളുടെ തലയിലോട്ട് വീഴും എന്ന് അവർ കരുതി. അപ്പോൾ അള്ളാഹു പറഞ്ഞു, ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ മുറുകെ പിടിക്കുവിൻ, വദ്കുറൂ മാ ഫീഹി ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ ഈ കരാറിലുള്ളത് ഓർക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് സന്ദർഭം. വറഫഅനാ ഫൗഖകുമു തൂർ, നിങ്ങൾക്ക് മുകളിൽ നാം ഒരു പർവ്വതത്തെ ഉയർത്തി. എന്നിട്ട് പറയാണ്, ഖുദ്, നീ പിടിക്കുക, അഖദ പിടിച്ചു, ഖുദ് അതിനമ്പ്, ഖുദ് ഖുദൂ, നിങ്ങൾ പിടിക്കുവിൻ, ഖുദൂ അഥവാ സ്വീകരിക്കുവിൻ, ഖുദൂ, ഖുദൂ നിങ്ങൾ സ്വീകരിക്കുവിൻ, മാ ഒന്ന്, ആത്ത നൽകി, ആത്തൈനാക്കും, ആത്തൈന നാം നൽകി, കും നിങ്ങൾക്ക്, ആത്തൈനാക്കും നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ മുറുകെ പിടിക്കുവിൻ അല്ലെങ്കിൽ സ്വീകരിക്കുവിൻ. അപ്പോൾ ഈ കരാറാണ് നൽകിയിരിക്കുന്നത്, അത് മുറുകെ പിടിക്കാനാണ് പറയുന്നത്. ഖുദൂ മാ ആത്തൈനാക്കും, നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ മുറുകെ പിടിക്കുവിൻ, ഖുദൂ നിങ്ങൾ പിടിക്കുവിൻ, മാ ഒന്ന്, ആത്തൈന നാം നൽകിയത്, കും നിങ്ങൾക്ക്. എങ്ങനെ പിടിക്കണം? ബിഖുവ്വ, ശക്തിയോടെ പിടിക്കണം. ഖുവ്വത്ത് ശക്തി, ഖുവ്വ ശക്തി, ജമ്മ ഖുവ്വ, ഖുവ്വന്നാണ് ജമ്മ, ഖുവ്വത്ത് ജമ്മ ഖുവ്വ. കരുത്തോടെ പിടിക്കണം, ദുർബലമാകരുത്, ധീരമായിട്ട് ഈ കരാർ നിങ്ങൾ ഏറ്റെടുക്കണം. ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ വദ്കുറൂ, നിങ്ങൾ സ്മരിക്കുവിൻ, ഓർക്കുവിൻ, മാ ഫീഹി അതിലുള്ളത് നിങ്ങൾ ഓർക്കുവിൻ, ലഅല്ലക്കും നിങ്ങൾ ആകാൻ വേണ്ടിയാണ്, തത്തഖൂൻ തഖ്വയുള്ളവർ ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. അവിടെ എന്തായിരിക്കും ദിക്ർ? കരാറിനെ ദിക്ർ ചെയ്യാന്ന് പറഞ്ഞാൽ കരാർ ഇങ്ങനെ വെറുതെ ഓർത്തുകൊണ്ടിരിക്കില്ല, പാലിക്കലാണ്, അല്ലേ? നടപ്പിൽ വരുത്തലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഖുർആൻ ദിക്റാക്കിയിട്ട് മാറ്റുന്നു, പാരായണം മാത്രം, അല്ലേ? നമ്മൾ പറയൂലേ, ഓതലും ഊതലും എന്ന് പറയും, ഓതലും ഊതലും. അപ്പം അതിനപ്പുറം പ്രാക്ടിക്കലാക്കേണ്ട സംഗതിയാണ്. അതാണ് ഇവിടെ ദിക്ർ. വദ്കുറൂ നിങ്ങൾ ഓർക്കുവിൻ, മാഫി അതിലുള്ളത്, ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ തഖ്വയുള്ളവർ ആകാൻ വേണ്ടി. 63 വഇദ് അഖദ്നാ മീസാഖക്കും വറഫഅനാ ഫൗഖകും തൂർ, ഒരു പർവ്വതത്തെ നിങ്ങൾക്ക് മുകളിൽ ഉയർത്തിക്കൊണ്ട് നാം നിങ്ങളോട് കരാർ സ്വീകരിച്ച സന്ദർഭം നാം പറഞ്ഞു. ഒരു കരാർ സ്വീകരിച്ച സന്ദർഭം എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതാം, നാം കൽപ്പിച്ചു. നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ കരുത്തോടെ മുറുകെ പിടിക്കുകയും നിങ്ങൾ തഖ്വയുള്ളവർ ആകുവാൻ വേണ്ടി അതിൽ ഉള്ളത് സ്മരിക്കുകയും ചെയ്യുവിൻ.
എന്നാലും പഠിച്ചോൻ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഒരു മല കൊണ്ടുവന്നിട്ട് തലക്ക് മുകളിൽ പിടിച്ചിട്ട് ഇപ്പോൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ച് പോകില്ലേ? ഖുർആൻ തന്നെ പറയുന്നില്ലേ, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരമില്ല. എന്നിട്ട് ഇങ്ങനെയൊക്കെ പേടിപ്പിക്കാമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ചെയ്യാമോ? ഓ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പായതുകൊണ്ട് കുഴപ്പമില്ല. ഖുർആനിലല്ലേ പറഞ്ഞുള്ളൂ ലാ ഇക്രാഹ ഫിദ്ദീൻ. അങ്ങനെയാണോ? അങ്ങനെയല്ല. ദീൻ എന്നും അതിൻ്റെ തനിമ എന്നും ഒന്ന് തന്നെയാണ്. ഇന്ന ദീന യുസ്ർ, ദീൻ എളുപ്പമാണ്. ദീനിൽ ബലാത്കാരമില്ല എന്നുള്ള തുടക്കം മുതലുള്ള വിഷയമല്ലേ. മനുഷ്യൻ അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആദം തനിക്ക് ഇഷ്ടമുള്ളത് സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ എന്താ, പർവ്വതം ഉയർത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? വിശ്വാസം ഉറപ്പിക്കാനോ? അപ്പം ഇങ്ങനെ ഉറപ്പിക്കാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ അയച്ചു, ഒരുപാട് വേദങ്ങൾ വന്നു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഇതിപ്പോൾ തലയിൽ വീഴും എന്നുള്ളതാണോ? അപ്പോൾ ഇതിന് തഫ്സീറുകൾ നൽകുന്ന വിശദീകരണം അതൊന്നും ആയിരുന്നില്ല ഇതിൻ്റെ ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ശക്തി, കരുത്ത് അവർക്ക് ബോധ്യമാകാൻ വേണ്ടി ഒരു ദൃഷ്ടാന്തം കാണിക്കുക എന്നത് മാത്രമാണ്. അവർക്ക് അപ്പോഴും സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, വേണമെങ്കിൽ സ്വീകരിക്കാം എന്ന നിലക്ക് തന്നെ. അപ്പം അള്ളാഹു ഇങ്ങനെയുള്ള അള്ളാഹു, അവർ പലതും കാണുന്നുണ്ടല്ലോ, സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ പിന്നെ ചന്ദ്രൻ ഉദിക്കുന്നതും രാപ്പകൽ മാറി മാറി വരുന്നതും മഴ വർഷിക്കുന്നതും ഒക്കെ അവർ കാണുന്നുണ്ട്. പക്ഷെ ഒന്നും അവരുടെ മനസ്സിലേക്ക് അങ്ങ് തറഞ്ഞ് കയറുന്നില്ല. അപ്പം അള്ളാഹു നേരിട്ട് അവരുടെ കൺമുമ്പിലൊന്ന് കാണിച്ചു കൊടുത്താണ്. ആരായിരുന്നു ഇങ്ങനെ മല കയ്യിൽ വെച്ച് ഒന്നൊരാളല്ലേ, ഹനുമാൻ അല്ലേ? ഹനുമാൻ ഇങ്ങനെ വന്ന പോലെ ഒരു മല ഇങ്ങനെ സ്വയം ഇങ്ങനെ വന്ന് അവർക്ക് തലക്ക് മുകളിൽ വന്ന് നിന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അത് പിന്നെ അള്ളാഹുവിൻ്റെ ശക്തി, ഏതൊരു അള്ളാഹുവാണ് നിങ്ങളോടത് കൽപ്പിക്കുന്നത്, ഏത് അള്ളാഹുവിനാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സംഗതി അള്ളാഹു തആല രൂപപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അത്രേ ഉദ്ദേശമുള്ളൂ, അല്ലാതെ നിർബന്ധിച്ച് അംഗീകരിപ്പിക്കുക എന്നതിവിടെ ഉദ്ദേശമായിരുന്നില്ല. അവിടെ ലാലക്കും തത്തഖൂൻ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ സ്വാതന്ത്ര്യത്തെ അള്ളാഹു എപ്പോഴും ഹനിക്കുന്നില്ല എന്ന് മനസ്സിലാവും. നിങ്ങൾ തഖ്വയുള്ളവർ ആകാൻ വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവിടെ കൽപ്പിക്കാമായിരുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ വിശദീകരണം. അള്ളാഹുവിൻ്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ്, അല്ലാതെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കുക എന്നതായിരുന്നില്ല. ആ കരാറിൻ്റെ ഗൗരവം അവർ ഉൾക്കൊള്ളണമല്ലോ, അത് മാത്രമാണ് ഉദ്ദേശിച്ചത്. പക്ഷേ സുമ്മ, എന്നിട്ട് തവല്ല, പിന്തിരിഞ്ഞു. തവല്ല, പിന്തിരിഞ്ഞു. ഇപ്പോൾ വന്നിട്ടില്ലേ? വന്നിട്ടുണ്ടാവും. അറഅയ്ത ഇൻ കദ്ദബ വതവല്ല, അല്ലേ? സൂറത്തുൽ അലഖ് അവിടെ നമ്മൾ പഠിച്ചിരുന്നു. തവല്ല, പിന്തിരിഞ്ഞു. സുമ്മ, എന്നിട്ട് തവല്ലൈതും, നിങ്ങൾ പിന്തിരിഞ്ഞു പറഞ്ഞു. നിങ്ങൾ പിന്തിരിഞ്ഞു. നിങ്ങൾ പിന്തിരിഞ്ഞു. മിൻ ബഅദി ദാലിക്, അതിന് ശേഷം. ഈ കരാറൊക്കെ ഏർപ്പെട്ടു, എല്ലാം നിങ്ങൾ അംഗീകരിച്ചു, എന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ തന്നെ ഉണ്ടോ? അപ്പോൾ അവിടെ നിർബന്ധമില്ല എന്നവിടെ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പിന്മാറാൻ കഴിയില്ലല്ലോ. സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക്, ആ കരാറിൽ ഏർപ്പെട്ടതിന് ശേഷവും നിങ്ങൾ പിന്തിരിഞ്ഞു. ഫലൗ, എങ്കിൽ, ലാ, ഇല്ലായിരുന്നുവെങ്കിൽ, ഫളുല്ല, അള്ളാഹുവിൻ്റെ ഔദാര്യം. ഫളുൽ, ഔദാര്യം, അനുഗ്രഹം. അള്ളാഹുവിൻ്റെ ഔദാര്യം ഇല്ലായിരുന്നുവെങ്കിൽ, അലൈക്കും, നിങ്ങൾക്കുമേൽ ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിൻ്റെ ഫളുൽ, ഔദാര്യം,
അല്ലെങ്കിൽ അനുഗ്രഹം. വറഹ്മത്തുഹു അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തും നിങ്ങൾ ആയിപ്പോയേനെ, നിങ്ങൾ ആകുമായിരുന്നു. ലകുന്തും കാന ആയി, കുന്തും നിങ്ങൾ ആയി, ലകുന്തും തീർച്ചയായും നിങ്ങൾ ആയിപ്പോയേനെ, ആകുമായിരുന്നു. മിനൽ ഖാസിരീൻ നഷ്ടകാരികളിൽ പെട്ടുപോയേനെ എന്നാണ് എടുത്തു പറയുന്നത്. ഖാസിർ ഇതിൻ്റെ ഒരു രൂപം നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? ഖുസ്ർ പഠിച്ചിരുന്നു അല്ലേ? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഖാസിരീൻ തന്നെ പഠിച്ച പോലെ ഒരു തോന്നൽ 28 പഠിച്ചതാണ്. ഉലായിക ഹുമുൽ ഖാസിറൂൻ എന്ന് പഠിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ കരാർ ലംഘിച്ചപ്പോൾ അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളെ അപ്പടി നശിപ്പിക്കാമായിരുന്നു. അതേ പർവ്വതം കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിലിട്ടാൽ നിങ്ങൾ തീർന്നു പോയേനെ. പിന്നെ വേറെ പ്രത്യേകിച്ച് കബർ കുഴിക്കേണ്ട പണി പോലും ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ എന്നിട്ടും അല്ലാഹു തആല അവൻ്റെ ഔദാര്യം നിങ്ങൾക്ക് മേൽ ചൊരിഞ്ഞു, കാരുണ്യം ചൊരിഞ്ഞു. അങ്ങനെ നഷ്ടകാരികളാകുന്നതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. ഇങ്ങനെ ഒരുപാട് ഡോസ് പല തരത്തിലും അവർക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊക്കെ അവർ വഴുതി മാറാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ളതാണ്. 64 സുമ്മ തവല്ലൈതും മിൻ ബഅദി ദാലിക് അതിന് ശേഷവും നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു. അള്ളാഹുവിൻ്റെ ഔദാര്യവും കാരുണ്യവും നിങ്ങൾക്കുമേൽ ഇല്ലായിരുന്നുവെങ്കിൽ നിശ്ചയം നിങ്ങൾ നഷ്ടകാരികളിൽ അകപ്പെട്ടു പോയേനെ. അപ്പോൾ അവിടെയാണ് അള്ളാഹുവിൻ്റെ വിട്ടുവീഴ്ച മനസ്സിലാക്കേണ്ടത്. നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴേക്ക് നമ്മൾ അയാൾക്കെതിരെ നിലപാട് സ്വീകരിക്കും. എന്നാൽ അള്ളാഹുവുമായി കരാർ ചെയ്ത് നിരന്തരം അത് ലംഘിച്ചിട്ടും അള്ളാഹു കൈവിടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുമായുള്ള കരാറുകൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ദുആയിൽ ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ്സിന് നമ്മുടെ സഹപാഠികളെ എല്ലാം പ്രത്യേകം ഓർക്കണം എന്ന് വസിയത്ത് ചെയ്യാം. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين. السلام عليكم.